എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിനായിട്ട് സ്നേഹവന്ദനം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ക്വിസ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് ആരൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസം ചോദിച്ച 10 ക്വസ്റ്റ്യൻസും പിന്നെ അതിന്റെ ശരിയായ ഉത്തരങ്ങൾ ഏതെന്ന് നോക്കാം. ചോദ്യം 1. ശബദാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് എന്താകുന്നു? ഉത്തരം അതിവിശുദ്ധം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 28-ാം വചനം. അടുത്ത ചോദ്യം, അപ്പനായ അഹരോന്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്ത പുത്രന്മാർ ആരെല്ലാം? ഉത്തരം എലെയാസരും ഈതാമാരും. അടുത്ത ചോദ്യം, മോശ വിവാഹം ചെയ്തിരുന്നത് ആരെ? ഉത്തരം ഒരു കൂശ്യ സ്ത്രീയെ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം, ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഹിണിയായി മാറിയത് ആര്? ഉത്തരം മിരിയാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം, ഹോശേയയുടെ മറുപേര് എന്ത്? ഉത്തരം യോശുവ. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16-ാം വചനം. അടുത്ത ചോദ്യം, യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തിയതിനാൽ ആ സ്ഥലത്തിന് എന്ത് പേര് ലഭിച്ചു? ഉത്തരം തബേര. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 3-ാം വചനം. അടുത്ത ചോദ്യം, ലേവ്യരെ ശുചീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചത് ആര്? ഉത്തരം അഹരോൻ. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 21-ാം വചനം. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കളിൽ പാളയങ്ങളിൽ ഗണം ഗണമായി എണ്ണപ്പെട്ടവർ എത്ര പേർ? ഉത്തരം 6,35,550 പേർ. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 32-ാം വചനം. അടുത്ത ചോദ്യം, എൻ്റെ ദാസൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തൻ എന്നൊക്കെ യഹോവ പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം മോശയെക്കുറിച്ച്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വചനം. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കൾ മുന്തിരിക്കുല മുറിച്ചെടുത്ത സ്ഥലത്തിന് എന്തു പേരായി? ഉത്തരം എസ്കോൾ താഴ്വര. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 24-ാം വചനം. അപ്പോൾ ഇവയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ. ഇനി നമുക്ക് ഇതിൽ ആരൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഈ ചുവടെ കൊടുത്തിരിക്കുന്ന 57 പേരാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ ഈ 57 പേരിൽ നിന്ന് ആ സമ്മാനം കിട്ടാൻ പോകുന്ന 2 പേരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. 57 പേരുടെയും പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ 2 പേരെ സെലക്ട് ചെയ്യാം. നമുക്കിനി ഇതിൽ നിന്ന് അപ്പോൾ ആദ്യത്തെ വ്യക്തിയെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന വ്യക്തിയുടെ പേര് വിജിൻ. വിജിൻ എന്നാണ് ആദ്യം കിട്ടിയ വ്യക്തിയുടെ പേര്. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത് കിട്ടാൻ പോകുന്ന വ്യക്തിയെയും കൂടെ നോക്കാം. അപ്പോൾ രണ്ടാമത് കിട്ടിയ വ്യക്തിയുടെ പേര് ജിഷ എന്നാണ്. രണ്ടാമത് കിട്ടിയ വ്യക്തിയുടെ പേര് ജിഷ. 2 പേരെയും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 പേർക്ക് ഞങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ഒരാഴ്ചയിൽ 2 ദിവസം അവസരങ്ങളുണ്ട്. എല്ലാ ബുധനും എല്ലാ ഞായറും രാവിലെ 10 മണിക്ക്, ഞായറാഴ്ച ദിവസം 12 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നതായിരിക്കും. നിങ്ങൾ രാത്രി 10 മണിക്കകത്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം 16 മുതൽ 30 വരെയുള്ള അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാം. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.